ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഇന്ന് നാം സൂറത്തുൽ മുത്തഫിഫീൻ അതിൻ്റെ 4-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ മുത്തഫിഫീൻ അതിൻ്റെ 1, 2, 3 ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഭാഗങ്ങളൊക്കെ അർത്ഥസഹിതം പാരായണം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും തുടങ്ങാം. അതിന്റെ പഠനത്തിലേക്ക് കടക്കാം. അള്ളാഹു പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയങ്ങൾ നമുക്ക് രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന നല്ല സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിഷയത്തിലേക്ക് പോകും. ഇത്രയും ഭാഗം നാം പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൽ സത്യവിശ്വാസിയുടെ ഗുണം പഠിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും വന്നു ചേരാൻ പാടില്ലാത്ത വിഷയങ്ങളും കൂടെ നമ്മൾ പഠനവിധേയമാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു ഭാഗങ്ങൾ പാരായണത്തിന്റെ കൂടെ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. മോശക്കാരായ കുറ്റവാളികളായ ആൾക്കാരുടെ പ്രവണതയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന അജ്റമൂ, കുറ്റം ചെയ്തവർ. അല്ലദീന എന്ന് പറഞ്ഞ ഒരു കൂട്ടർ. ഇന്ന തീർച്ചയായും. അപ്പൊ അജ്റമു തെറ്റ് ചെയ്തവരായ ഒരു കൂട്ടർ. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. ഇന്നല്ലദീന ഇക്തസബുൽ മആസിം, മഅസം കുറ്റം, കുറ്റം സമ്പാദിച്ചവർ. ഫകഫറൂ ബില്ലാഹി ഫിദ് ദുനിയ, ദുനിയാവിൽ അല്ലാഹുവിൽ അവിശ്വസിച്ചവർ. കാനൂ ഫീഹാ മിനല്ലദീന അഖറൂ ബിവഹ്ദാനിയത്തില്ലാഹി വസദ്ദഖൂ ബിഹി, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും ചെയ്ത കൂട്ടരെ കുറിച്ച് യദ്ഹകൂൻ, അവർ ചിരിച്ച് പരിഹസിക്കുകയാണ്. ഇസ്തിഹ്സാഅം മിൻഹും ബിഹിം, അവരെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. എന്നാൽ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, മറ എന്ന് പറഞ്ഞാൽ നടക്കുക. വഇദാ മർറൂ ബിഹിം, അവർക്കരികിൽ അവർ നടന്നുപോയാൽ യതഗാമസൂൻ, അവരെന്ത് ചെയ്യുകയാണ്? ഇൻസൾട്ട് ചെയ്യുകയാണ്. വകാന ഹൗലാഇ അല്ലദീന അജ്റമൂ, ഈ കുറ്റവാളികളായ ആൾക്കാർ, ഇദാ മർറല്ലദീന ആമനൂ ബിഹിം, വിശ്വാസികളായ ആൾക്കാര് അവരുടെ അടുത്തൂടെ നടന്നു പോകുമ്പോ യതഗാമസൂൻ കാന ബഅ്ദുഹും യഗ്മിദു ബഅ്സൻ ബിൽ മുഅ്മിൻ, നോക്ക് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കും. പോന്നുണ്ടോ? ഇസ്തിഹ്സാഅൻ ബിഹി വസുഖ്രിയത്തൻ, അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, അവരെ കളിയാക്കാൻ വേണ്ടി അവരിങ്ങനെ പറയാ. യുഖ്ബിറു തആല അനിൽ മുജ്രിമീന അന്നഹും കാനൂ ഫിദ്ദാരി ദുനിയ, ദുനിയാവിൽ വെച്ച് ഈ കുറ്റവാളികളായ ആൾക്കാർ യദ്ഹകൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു ചിരിക്കുകയാണ്. യസ്തഹ്സിഊന ബിഹിം വയഹ്തഖിറൂനഹും, സത്യവിശ്വാസികളെ നിസാരമായി കാണുന്നു. വഇദാ മർറൂ ബിൽ മുഅ്മിനീന യതഗാമസൂന അലൈഹിം മുഹ്തഖിരീന ലഹും, അവരടുത്തൂടെ നടന്നു പോകുമ്പോ അവരിങ്ങനെ കുറ്റപ്പെടുത്തുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. തഫ്സീർ ഇബ്നു കസീറിന്റെ ഉദ്ധരണിയാണ്. وأخرج أحمد في الزهدي وابن أبي الدنيا في الصمتي والبيهقي في البعثي عن الحسن قال قال رسول الله صلى الله عليه وسلم إن المستهزئين بالناس في الدنيا يرفع لأحدهم يوم القيامة باب من أبواب الجنة. ദുനിയാവിൽ വെച്ച് ഈ വിശ്വാസികളെ ഈ വിധം പരിഹസിച്ചവർക്ക് ആഖിറത്തിലെത്തുമ്പോൾ സ്വർണത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഫയുഖാലു ഹലുമ്മ, വന്നോളൂ എന്ന് പറയും.
ഫയജീഉ ബികർബിഹി വഗമ്മിഹി, വളരെ വിഷമത്തോടെ ഒരുപാട് പ്രയാസങ്ങളും ശിക്ഷയും അനുഭവിക്കുമ്പോൾ അവർ ഓടി വരും. ഫൈദാ അത്താഹു ഉഗ്ലിഖ ദൂനഹു, വന്നാൽ അവരെ പുറത്താക്കി അടച്ചു കളയും. സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ആഖർ, വേറൊരു വാതിൽ തുറക്കപ്പെടും. ഫയുഖാലു ഹലുമ്മ ഹലുമ്മ, വരാൻ പറയും. ഫയജീഉ ബികർബിഹി വഗമ്മിഹി, അവരെ വിഷമം കാരണം അവർ ഓടിച്ചെല്ലും. ഫൈദാ അത്താഹു ഉഗ്ലിഖ ദൂനഹു, അടച്ചു കളയും. ഫമാ യസാലു കദാലിക ഹത്താ ഇന്നഹു ലയുഫ്തഹു ലഹുൽ ബാബ്, അത്രത്തോളം അവസാനം അങ്ങനെ അവർ ബാബ് തുറക്കപ്പെട്ടാൽ ഫയഖുലു ഹലുമ്മ ഹലുമ്മ, വന്നോന്ന് പറഞ്ഞാൽ ഫലാ യഅതീഹി മിൻ ഇയാസിഹി, പിന്നെ അവൻ പോകൂല. ആ വിധം അവരെ ആഖിറത്തിലെത്തുമ്പോ അള്ളാഹു പരിഹസിക്കും എന്ന് തഫ്സീറിൽ കാണാം. അപ്പോ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ, ഇവിടെ അവിശ്വാസികളുടെ ഒരു പൊതു സ്വഭാവമാണ് പരിഹസിക്കുക, വിശ്വാസികളെ കുറിച്ച് പരിഹസിക്കുക, വിശ്വാസികളുടെ മൂല്യങ്ങൾ മനസ്സിലാകാതിരിക്കുക എന്നുള്ള ഒരു പൊതു സ്വഭാവമാണ്. എന്നാൽ ആഖിറത്തിൽ എത്തുമ്പോ അതിന് ശിക്ഷയുണ്ടാകും. അപ്പോ വിശ്വാസികൾ മറ്റൊരാൾ അവിശ്വസിക്കുന്നതിന്റെ പേരിൽ സങ്കടപ്പെടുവൊന്നും വേണ്ട. ഇതിനൊക്കെ പ്രതിവിധിയും ഒരു മറുപുറവും ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായാൽ വിശ്വാസിക്ക് നന്നാകാനും അവിശ്വാസിക്ക് കരുതിയിരിക്കാനും മാറാനുള്ള ഒരു പ്രചോദനമാണ്. ഇവിടെ നീട്ടി മദ് പരിഗണിച്ച് നീട്ടി ഓതാവുന്നതാണ്. അവരുടെ വേണ്ടപ്പെട്ടവരിലേക്ക് അവർ മടങ്ങിയാൽ, ഇൻഖലബു ഫക്കിഹീൻ, അവര് വലിയ സുഖലോലുപരായി, വലിയ സന്തോഷവാന്മാരായി അവർ പിരിഞ്ഞു പോവുക. അവര് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? തിരിഞ്ഞു പോയാൽ, അവർ വീട്ടിലെത്തിയാൽ, കാന ഹഉലാഇൽ മുജ്രിമൂൻ ഇദൻസറഫു ഇലാ അഹ്ലിഹിം, ഈ കുറ്റവാളികളായ ആൾക്കാർ അവരുടെ ആൾക്കാരിലേക്ക് ചെന്നാൽ, മിൻ മജാലിസിഹിം, ഈ ഏർപ്പാടൊക്കെ കഴിഞ്ഞ് അവരുടെ സദസ്സും ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു ചെന്നാൽ, ഇൻസറഫു നാഇമീന മുഅ്ജബീൻ, ഭയങ്കര സുഖാണ് അവർക്ക്, ഭയങ്കര സന്തോഷാണ് അവർക്ക്. അവർക്ക് തന്നെ തോന്നുകയാണ് എന്തൊക്കെയോ ആയി എന്ന് തോന്നുകയാണ്. അങ്ങനെ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു. എന്നാൽ وَإِذَا رَأَوْهُمْ قَالُوا إِنَّ هَؤُلَاءِ لَضَالُّونَ وَإِذَا رَأَوْهُمْ قَالُوا, അവരെ കണ്ടാൽ അവർ പറയുന്നു, ഇന്ന ഹഉലാഇ, ഈ കൂട്ടരൊക്കെ ലളാല്ലൂൻ, അവരെന്താണ് പിഴച്ചവരാണ് എന്ന് പറയുന്നു. വഇദാ റഅൽ മുജ്രിമൂനൽ മുഅ്മിനീന, ഈ കുറ്റവാളികൾ വിശ്വാസികളെ കണ്ടാൽ, ഖാലൂ ലഹും, അവര് ഈ വിശ്വാസികളോട് പറയുന്നു, ഇന്ന ഹഉലാഇ ലളാല്ലൂന, ഇവര് പിഴച്ചവരാണ്, അൻ മഹജ്ജത്തിൽ ഹഖ്ഖി വസബീലിൽ ഖസ്ദി, സത്യത്തിന്റെ വഴിയിൽ നിന്ന്, അതിന്റെ പ്രാമാണികതയിൽ നിന്ന്, അതുപോലെ ലക്ഷ്യത്തിൽ നിന്ന് അവര് പിഴച്ചവരാണ് എന്ന് അവര് പറയുന്നു. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ, വമാ ഉർസിലു അലൈഹിം, ഈ അവിശ്വാസികളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടതല്ല. ഇന്ന ഹഉലാഇ ലളാല്ലൂൻ, അഥവാ ഹാഫിളീന അലൈഹിം അഅമാലഹും, ഈ വിശ്വാസികൾ പിഴച്ചവരാണോ അല്ലെങ്കിൽ നല്ലവരാണോ എന്ന് പറയാനുള്ള വകുപ്പും റെക്കോർഡൊന്നും ഇവരുടെ കയ്യിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവര് ശരിയല്ല എന്ന പ്രസ്താവനക്ക് അർത്ഥമൊന്നുമില്ല. അവരെ ആര് പറഞ്ഞു അവരോട് തീരുമാനം പറയാൻ അവരടുത്ത് എന്ത് എവിഡൻസ്, എന്ത് ദലീലാണുള്ളത്, എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇന്നമാ കുല്ലിഫുൽ ഈമാന ബില്ലാഹി വൽ അമല ബിത്വാഅതിഹി, അള്ളാഹുവിൽ വിശ്വസിക്കാനാണ് അവർക്ക് ഡ്യൂട്ടി ഉള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ദൗത്യം. വലം യുജ്അലു റുഖബാ അലാ ഗൈരിഹിം, മറ്റൊരാൾ ശരിയോ തെറ്റോ എന്ന് പറയാനൊന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല. യഹ്ഫളൂന അലൈഹിം അഅമാലഹും വയതഫഖദൂനഹ, അന്വേഷിക്കാനും ഇവരുടെ അമലുകൾ ശരിയുണ്ടോ എന്ന് നോക്കാനൊന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഇതാണ് അതിന് പറയാനുള്ള മറുപടി. അവിശ്വാസികൾ പൊതുവെ വിശ്വാസികളെ കുറിച്ച് വിലയിരുത്തി പറയും, വലിയ കാര്യമാണ്. അവിടെ ഇവിടെ ഇരുന്നിട്ട് വലിയ പ്രസ്താവന നടത്തും, അതല്ല ശരി, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഈ ഒന്നും ഇല്ലാതെ നടക്കുന്നവൻ ഇങ്ങനെ കാര്യമായ
പ്രസക്തമായ ധർമ്മങ്ങളും മൂല്യങ്ങളും ഒക്കെ വെച്ചു പുലർത്തുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ കുറിച്ച് പലപ്പോഴും പരിഹസിക്കുകയും പറയുകയും ചെയ്യും. അവർക്ക് പറയാനുള്ള മറുപടി ഉമായുർസിലു അലൈഹിം ഹാഫിദീൻ, ഇങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തീരുമാനം പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അവരോട് പറയാനുള്ള മറുപടി. എന്നാൽ അവർക്ക് മറുപടിക്ക് ഒരു ദിവസമുണ്ട് ഇതിനെല്ലാം. فَالْيَوْمَ الَّذِينَ آمَنُوا مِنَ الْكُفَّارِ يَضْحَكُونَ فَالْيَوْمَ ഇന്ന് അല്ലദീന ആമനു വിശ്വാസികൾ മിനൽ കുഫാരി ഈ അവിശ്വാസികളെ കുറിച്ച് യദ്ഹഖൂൻ പറഞ്ഞു ചിരിക്കാൻ പോവുകയാണ്. ഖിയാമത്ത് നാളിൽ ഇവരെ കുറിച്ച് വിശ്വാസികൾ പറഞ്ഞു ചിരിക്കും. നല്ല കഥ. അലൽ അറായികി യൻദുറൂൻ, അവർ നല്ല അരീക്കത്ത്, അറായിക് നല്ല ചാരുകട്ടിലുകൾ, ഭയങ്കര പ്രൗഢിയുള്ള, കാണാൻ ഭംഗിയുള്ള, അലങ്കാരമുള്ള, എല്ലാം ഒത്തുചേർന്ന അതിന്റെ മേൽ അവരിങ്ങനെ യൻദുറൂൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹൽ തുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ, ഹൽ തുവ്വിബൽ കുഫാറു പ്രതിഫലം നൽകപ്പെട്ടോ, അൽ കുഫാറു അവിശ്വാസികൾക്ക്, മാക്കാനു യഫ്അലൂൻ അവർ പ്രവർത്തിച്ചതിനൊക്കെ കിട്ടിയോ എന്ന് അവര് സ്വാഭാവികമായും അവര് ചോദിക്കും. അല സുറുരിഹിമുല്ലത്തി ഫിൽ ഹുജാൽ, അവർക്ക് ആ തൊട്ടിലായി അല്ലെങ്കിൽ അവരുടെ ആ സുഖവാസ കേന്ദ്രത്തിൽ അവർക്ക് ഒരുക്കിയിരിക്കുന്നതിൽ ഇങ്ങനെ ചാരിയിരുന്ന് അവർ ചോദിക്കും, കിട്ടേണ്ടതൊക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ, അന്ന് നമ്മളെ കളിയാക്കിയവർക്കൊക്കെ മറുപടിയൊക്കെ കിട്ടിയല്ലോ എന്നവര് വളരെ ആനന്ദത്തോടെ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോ ഈ സൂറത്ത് നമുക്ക് നൽകുന്ന ഒരു പാഠം, വിശ്വാസികൾക്ക് ധാർമ്മിക മൂല്യങ്ങളും അവന്റെ ബോധ്യവും നന്മയും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അതേസമയത്ത് അവിശ്വാസിക്ക് മുന്നറിയിപ്പ്. സ്വാഭാവികമായും അവിശ്വാസികളുടെ ഒരു പൊതു സ്വഭാവമാണ്, അവരുടെ ഒരു പ്രവണതയാണ് വിശ്വാസികളെ കളിയാക്കുക, ഈമാനുള്ളവരെ പരിഹസിക്കുക, അവരെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പറയുക എന്നത് ഒരു പാഴ്വേലയാണ്. ഈ അനലൈസ് ചെയ്യാനൊന്നും ഇവിടെ ആരും ഏൽപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതിന് മാത്രം അങ്ങനെ ആ ആളാകാനൊന്നും അവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ദൈവികമായ ഈ അറിവുകൾ അത് പകർന്നു നൽകുക, അത് സ്വാഭാവികമായും മനുഷ്യന് ഉത്തരവാദിത്വമുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് അർത്ഥമുണ്ട്. അല്ലാതെ ഒരു ദലീലും യാതൊരു എവിഡൻസും ഇല്ലാതെ വായി തോന്നിയത് ഇങ്ങനെ പറഞ്ഞ് പ്രസ്താവിക്കുക, എന്നിട്ട് അവനവന്റെ തോന്നലുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത് അവിശ്വാസത്തിന്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ അതിന്റെ പേരിലൊന്നും ആരും തളർന്നു പോവുകയൊന്നും വേണ്ട. ഇതിനൊരു മറുപുറമുണ്ട്. ആ മറുപുറം വരുന്ന നാൾ ഇതിനെല്ലാം ഓരോന്നിനും അക്കമിട്ട് അതിന് എതിർവശം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് നല്ല ആത്മവിശ്വാസവും നല്ല പ്രചോദനവും ഉണ്ടാകും. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് ഭാഗമാക്കി കൊണ്ടു നടക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.